പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യം. പുരുഷാരം ഹേതുവായി അവനെ അകത്ത് കൊണ്ടു ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓടു നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ അടയ്ക്കപ്പെട്ട ഏത് വാതിലുകളും ഏത് വഴികളും തുറക്കും എന്ന് ഈ ഒരു വചനവേദ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മുടെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്നത് തിക്കിത്തിരക്കുന്ന ജനമാണ്. അതെ, പുരുഷാരം എന്നും നമ്മുടെ മുമ്പിൽ ഒരു തടസ്സമായി നിൽക്കുന്നുണ്ട്. യേശുവിന്റെ അടുക്കൽ എത്തണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ചില തടസ്സങ്ങൾ നമുക്ക് അവിടേക്ക് എത്തുവാനായിട്ട് കഴിയുന്നില്ല. ഇവിടെയാണ് ഈ 4 ചെറുപ്പക്കാർ നമുക്കൊരു വലിയ വെല്ലുവിളിയുമായി നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, അവർ ഒരു നിമിഷം പകച്ചു നിന്നു. എങ്ങനെ ഈ ഒരു രോഗിയെ യേശുവിന്റെ അടുക്കലേക്ക് എത്തിക്കും? പക്ഷേ അവർ ഒരു കാര്യം ഉറപ്പിച്ച് അവർ വിശ്വസിച്ചിരുന്നു. എന്താണ്? യേശുവിന്റെ അരികെ ഈ രോഗിയെ എത്തിച്ചാൽ ഇവൻ സൗഖ്യപ്പെടും. അതുകൊണ്ട് മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന മല പോലെയുള്ള പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഒന്നും അവരുടെ മുമ്പിൽ ഒന്നുമല്ലാതായി മാറുകയായിരുന്നു. ഒരേ ഒരു വഴിയേ ഉള്ളൂ: വീടിന്റെ മേൽക്കൂര പൊളിക്കുക. പലപ്പോഴും ഇത്തരത്തിലുള്ള മേൽക്കൂരകളാണ് നമ്മുടെ മുമ്പിൽ തടസ്സങ്ങളായി നിൽക്കുന്നത്. അതിനെ നാം ഒന്ന് പൊളിച്ചു കളയുവാനായിട്ട് ശ്രമിച്ചാൽ പഴയ ചില പാരമ്പര്യങ്ങളുടെ, കുടുംബ മഹിമകളുടെ, അധികാരങ്ങളുടെ, ഞാനാണ് വലുത് എന്ന് ചിന്തിക്കുന്ന പല മേൽക്കൂരകളും നമ്മുടെ മുമ്പിൽ തടസ്സങ്ങളായി നിൽക്കാറുണ്ട്. എന്നാൽ ഈ തടസ്സങ്ങളെ മാറ്റിക്കൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ സംഭവിക്കും. ഇവിടെ യേശു സൗഖ്യമാക്കിയത് ആ പക്ഷപാതക്കാരനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന ആ 4 ചെറുപ്പക്കാരുടെ വിശ്വാസം കണ്ടിട്ടാണ് എന്ന് വചനഭാഗം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നാം എത്ര പേരെ ഇന്ന് യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നുണ്ട്? ഇതൊരു വലിയ ചോദ്യമാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു വചനഭാഗം നമുക്ക് പരിചിതമായ ഒരു വചനവേദ ഭാഗമാണ്. പക്ഷെ ഇത് നമുക്ക് നൽകുന്ന കാതലായ ഒരൊറ്റ സന്ദേശം മാത്രമേ ഉള്ളൂ. തടസ്സങ്ങളെ ഭേദിച്ചുകൊണ്ട്, ചില മേൽക്കൂരകളെ പൊളിച്ചുകൊണ്ട്, ജനക്കൂട്ടത്തിന്റെ തിക്കും തിരക്കുമൊക്കെ ഭേദിച്ചുകൊണ്ട്, പുരുഷാരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരാളെയെങ്കിലും നമുക്ക് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ കഴിയുമെങ്കിൽ അത് സ്വർഗം സന്തോഷിക്കുന്ന നിമിഷമാണ്. തടസ്സങ്ങളെ മുമ്പിൽ കണ്ടുകൊണ്ട് ഭയന്നോടുവാനായിട്ടല്ല, വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളൊക്കെ അതിനെ അതിജീവിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ അരികിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും ചെല്ലുവാൻ, അനേകരെ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഈ ഒരു പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. പുതിയ ദിനം അനുഗ്രഹത്തിന്റെ, നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.